ബദാം ലേഹ്യം ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നല്ല അടിക്കട്ടിയുള്ള ഒരു ചട്ടി എടുത്ത് അതിലേക്ക് പശുവിൻ നെയ്യ് ഒഴിച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചിട്ടുള്ളത്. ശേഷം അതിലേക്ക് ശർക്കര, ആവശ്യത്തിന് ശർക്കര ഉരുക്കി അത് നമ്മൾ ഇതുപോലെ അരിപ്പയിൽ ഒഴിക്കണം. ശേഷം നമ്മൾ ഇത് തിളക്കാൻ തുടങ്ങിയ ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ചെടുത്ത ഡ്രൈ ഫ്രൂട്ട്സുകളാണ് എടുക്കുന്നത്. ഫ്രൂട്ട്സ് നമുക്ക് ഈത്തപ്പഴം, ഉണക്കമുന്തിരി, അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ വേവിച്ച് ചേർക്കാം. ശേഷം ഇതുപോലെ നട്ട്സുകളെല്ലാം കൂടി പൊടിച്ച് നമ്മളതിൽ ചേർത്ത് ഏകദേശം ഒരു മണിക്കൂർ നമ്മളത് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ലേഹം ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.